ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെഫ്റ്റ് ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് DBS എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. DBS നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പേപ്പർ DBSന് വാലിഡിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 1 ഇയറിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റൊരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും സെയിം DBS നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ DBS എടുത്തു കഴിഞ്ഞ ഉടനെ ഒരു 19 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മളിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഗൂഗിളിൽ DBS അപ്ഡേറ്റ് സർവീസ് എന്ന് സെർച്ച് ചെയ്യാം. DBS അപ്ഡേറ്റ് സർവീസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്ക് നമുക്ക് കാണാം. ഇവിടെ DBS അപ്ഡേറ്റ് സർവീസ് UK ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. അതിലേക്ക് തന്നെ ഫസ്റ്റ് ലിങ്ക് നമുക്ക് കാണിക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് സൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ DBS അപ്ഡേറ്റ് സർവീസ് എന്ന് പറഞ്ഞ് കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ രജിസ്റ്റർ എന്നുള്ള ഹെഡ്ലൈൻ്റെ താഴെ ഒരു ലിങ്ക് കൊടുത്തിരിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും വരിക. ഇവിടെ നമ്മൾ ഡിക്ലറേഷൻ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് വരുന്നതായിരിക്കും. അവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഇൻ്റർഫേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കമ്പനിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും DBSന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യം വരുന്നില്ല എന്നുള്ള അങ്ങനെ കുറേ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലോഗിൻ ചെയ്യാനുള്ള ഇൻ്റർഫേസിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ലിങ്ക് കൊടുത്തിരിക്കുന്നത് കാണാം. സബ്സ്ക്രൈബ് ടു ദ അപ്ഡേറ്റ് സർവീസ് എന്നുള്ളൊരു ലിങ്ക്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്കൊരു ഡിക്ലറേഷൻ ചെക്ക് ബോക്സ് വരുന്നതായിരിക്കും. അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. ഇവിടെ നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. സർനെയിം കൊടുക്കുക, അതിന് തൊട്ട് താഴെ ജെൻഡർ കൊടുക്കുക, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തിന് ശേഷം നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ കൺഫേം ഇമെയിൽ അഡ്രസ്സ്, അതിൻ്റെ തൊട്ട് താഴെ മൊബൈൽ നമ്പർ. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നീട് തൊട്ട് താഴെയായിട്ട് ആപ്ലിക്കേഷൻ റെഫറൻസ് എന്നാണുള്ളത്. നമുക്ക് ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് DBS ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് മൈ സർട്ടിഫിക്കറ്റ് നമ്പർ എന്നുള്ള ഒരു ലിങ്ക് അവിടെ ഈ ബോക്സിൻ്റെ തൊട്ട് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്ന് റീഫ്രഷായി വരും. മറ്റ് ഡീറ്റെയിൽസൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതിനുശേഷം താഴെ വന്നിട്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് കൊടുത്തിരിക്കുന്നതാണ്. അവിടെ നമ്മളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയുള്ള കോളത്തിൽ ഡസ് ദ എബോ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ടു ദ വോളണ്ടറി പൊസിഷൻ, അത് നോ കൊടുക്കാം. അതിനുശേഷം താഴേക്ക് വരിക. താഴെ വന്ന് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ നമ്മളിപ്പോൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിരിക്കുന്ന പേജാണ്. അത് നമുക്ക് വായിച്ച് നോക്കാം. വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഐ അക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു പേജിലേക്ക് വരുന്നതായിരിക്കും. ഇത് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസാണ്. ഇവിടെ നമുക്ക് £13 പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മേക്ക് പേയ്മെൻറ്റിനുള്ള ബട്ടൺ താഴെ കൊടുത്തിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അവിടെ നമ്മുടെ പേയ്മെൻറ്റ് യുവർ സബ്സ്ക്രിപ്ഷൻ ഹാസ് ബീൻ കൺഫേംഡ്, നമ്മുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ID ഒക്കെ അവിടെ കാണുന്നതായിരിക്കും. ഈ ഒരു പേജ് നമുക്ക് പ്രിൻ്റ് കൊടുക്കാം. പ്രിൻ്റ് കൊടുത്തിട്ട് സേവ് ചെയ്തിടാം. അങ്ങനെ നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കും.
ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.